ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണത്. നന്നായിട്ട് പഠിച്ചിട്ട് വേണം അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. The balance sheet of A Limited and B Limited as on 31st March 2019 were as follows എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ 9 ലക്ഷവും 3 ലക്ഷമാണ് ബിയുടെ. ഓക്കെ, എ ബിനെയാണ് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ബിയുടെ ഒന്ന് നോക്കി വയ്ക്കാം, 3 ലക്ഷമാണ്. റിസർവ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവ് ഉണ്ട്, പി ആൻഡിൽ ഉണ്ട്. കറണ്ട് ലയബിലിറ്റിയിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇനി എന്താണ് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് ഒരു 9 ലക്ഷവും 4 ലക്ഷവും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 6 ലക്ഷം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എ ബിനെ വാങ്ങിച്ചിട്ടുണ്ടാവുക. അത് 6 ലക്ഷം പറഞ്ഞേക്കണേ. എത്ര വാങ്ങിച്ചു എന്ന് ഇതിലൊന്നും തന്നിട്ടില്ല. ബാക്ക് എന്താണ് നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ടാവും. ഇനി കറണ്ട് അസറ്റിൽ ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ട്. ഇനി എന്താ അതർ ഇൻഫർമേഷൻ നോക്കാം കേട്ടോ. എ ലിമിറ്റഡ് അക്വയർ 75% of B Limited share at rupees 6 lakh. കണ്ടോ, അപ്പോൾ 6 ലക്ഷം മുഴുവനും ബി ലിമിറ്റഡിന്റെ ഷെയർ വാങ്ങിക്കാൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര ഷെയറാണ് വാങ്ങിച്ചിരിക്കുന്നത്? 75%. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിന്റെ നമ്മുടെ ഹോൾഡിംഗ് എത്രയാണ് കൃത്യമായിട്ട് കണക്കിൽ തന്നിട്ടുണ്ട്. 75% ആണ്. അപ്പോൾ ബാക്കി 25% ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ അത് 6 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കേട്ടോ. മൊത്തം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ബി ലിമിറ്റഡിലും 3 ലക്ഷമേ ഉള്ളൂ. അതിന്റെ 75% വാങ്ങിച്ചിട്ടുള്ളൂ. അതിന് 6 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കണേന്ന് അർത്ഥം. ഇനി എന്താണ് ബി ലിമിറ്റഡ്, അതിൽ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 1 ജൂലൈ 2018 വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി ബി ലിമിറ്റഡ് ഹാഡ് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ₹1 lakh ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട്. നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് വാങ്ങിക്കുന്ന ദിവസത്തെ ഓപ്പണിംഗ്, ആ സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ഒരു 1 lakh ഉണ്ടായിരുന്നു. അതിൽ എന്താണ് account from which it paid dividend for 2018-19 at 20% on 30th September 2018. അപ്പോൾ ആ പ്രോഫിറ്റിൽ എത്രയാ 20% ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഫണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മുടെ എന്താണ് ബി ലിമിറ്റഡ് ആണ് കൊടുക്കുന്നത്. ബി ലിമിറ്റഡിന്റെ ക്യാപിറ്റൽ 3 ലക്ഷമാണ്. അതിന്റെ മുകളിൽ 20%. അപ്പോൾ 3 ലക്ഷത്തിന്റെ മുകളിൽ 20% എന്ന് പറഞ്ഞാൽ 60,000 രൂപ നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഈ 1 ലക്ഷത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്ക് അതിൻ്റെ ഒരു ഷെയർ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് നമുക്ക് എന്താ പറയുക, ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ എ ലിമിറ്റഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പി ആൻഡ് എൽ അക്കൗണ്ട്. കണ്ടോ, എ ലിമിറ്റഡിന്റെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ആ കാശ് അവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവെന്ററി ഓഫ് A Limited include 20,000 out of purchase of ₹50,000 made from B Limited. അല്ലോ, ബി ലിമിറ്റഡിൻ്റെ ഒരു 50,000 എന്താണ് രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതിൽ 20,000 ഇൻവെന്ററിയിൽ ബാക്കി കിടക്കുന്നുണ്ട്, സ്റ്റോക്കിൽ വിൽക്കാതെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എന്താണ് ബിയുടെ എ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എക്ക് എന്താണ് കൊടുക്കാനുണ്ട് കാശ് 50,000 അവർക്ക് ബിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ കൊടുക്കാനുള്ളതിൽ അവർ രണ്ടുപേരുടെയും ഡെറ്റേഴ്സിലും ക്രെഡിറ്റേഴ്സിലും ഈ 50,000 വരും. അത് ഇന്റർ കമ്പനി എന്താണ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അത് രണ്ടെന്നും നമ്മൾ കുറയ്ക്കേണ്ടതായി വരും. അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഒരു 20,000 കിടക്കുന്നുണ്ട്. അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ബി ലിമിറ്റഡ് ഹാഡ് സോൾഡ് ദീസ് ഐറ്റംസ് അറ്റ് എ മാർജിൻ ഓഫ് 25% ഓൺ കോസ്റ്റ് ആണ്. ഇതേപോലത്തെ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. എന്താണ് 25% ഓൺ കോസ്റ്റ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ കണക്കിലും അതേ അഡ്ജസ്റ്റ്മെന്റ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ്, there has been no changes in the general reserve account of B Limited. ബി ലിമിറ്റഡിന്റെ ജനറൽ റിസർവ് അക്കൗണ്ടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും അത് ഉണ്ടാവുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലത്തേക്ക് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്ത് ചേർത്തിട്ടില്ല എന്നാണ് പറഞ്ഞേക്കണേ. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കണ്ടോ, ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ
വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് നമുക്കറിയാം 2-3 കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷമേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കാൽക്കുലേഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷെയർ ഓഫ് ഹോൾഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ്. ഇവിടെ ഓൾറെഡി കണക്കിൽ തന്നിട്ടുണ്ട് ഷെയർ ഓഫ് ഹോൾഡിംഗ് എത്രയാണ് 75% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായി ബാക്കിയുള്ളത് അതർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആയിരിക്കും. അത് 25% ആണ്. എന്നാലും നമ്മൾ അവിടെ നിന്ന് എഴുതി വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ നമ്മൾ എഴുതണോ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡിങ്സ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ computation of share holding. Okay, computation of share holding ആണ് അങ്ങനെയല്ലേ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡിങ്സിൽ നമുക്കറിയാം എ ലിമിറ്റഡിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 75% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും 25% ആവും. ഇനി വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോട്ട് ചെയ്യേണ്ടത് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് നടത്തേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാണ്. പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തരം പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാലോ. ക്യാപിറ്റൽ പ്രോഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റും ഉണ്ട് കേട്ടോ. റവന്യൂ പ്രോഫിറ്റും ഉണ്ട്. ഇത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് നമുക്ക് കാൽക്കുലേഷൻ ഒന്ന് നോക്കാം കേട്ടോ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്രയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റിൽ 1 ലക്ഷം ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുത്തിട്ടാണ് ഡിവിഡൻഡ് കൊടുത്തിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ P&L എത്ര കിടക്കുന്നുണ്ട് 2 ലക്ഷം കിടക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്കൊരു P&L എത്രയാണ് ബാലൻസ് എന്ന് നമുക്കറിയാൻ വേണ്ടി റഫായിട്ട് നമ്മളൊരു P&L അക്കൗണ്ട് വരച്ചു നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു P&L നമ്മൾ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു P&L ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. P&L നോക്കിയേ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എത്രയുണ്ട് നോക്കിയാൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇനി ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ് നമ്മളോട് എത്ര പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2 ലക്ഷമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കിയേ 2 ലക്ഷമല്ലേ ക്ലോസിംഗ് ബാലൻസ്. P&L ബി ലിമിറ്റഡിന്റെ P&L ആണ് കേട്ടോ. ബി ലിമിറ്റഡിന്റെ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചോ, 2 ലക്ഷമാണ് നമ്മുടെ ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡിവിഡൻഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എത്രയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തി നമുക്ക് നോക്കാം. 3 ലക്ഷം ഷെയർസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത് അല്ലെ. 3 ലക്ഷം ഷെയർസ് ആണുള്ളത്. അവർക്ക് 20% ഡിവിഡൻഡ് കൊടുത്തേക്കണെന്ന് പറഞ്ഞു. അപ്പോൾ 3 ലക്ഷത്തിന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാ 60,000 ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 1 ലക്ഷം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിന്ന് ഡിവിഡൻഡ് കൊടുത്തത് നമ്മൾ അതിന്ന് മാറ്റി ഡിഡക്ട് ചെയ്തു, അതിനുവേണ്ടി ഡെബിറ്റ് ചെയ്തു. ഇനി ക്ലോസിംഗ് ബാലൻസ് 2 ലക്ഷം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡ്യൂറിംഗ് ദി ഇയറിൽ കാശ് എത്രയുണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ. ഇവിടെ അല്ലേ ഡ്യൂറിംഗ് ദി ഇയറിലെ പ്രോഫിറ്റ് വരിക. ഡ്യൂറിംഗ് ദി ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ് നോക്കിയേ. ഡ്യൂറിംഗ് ദ ഇയറിൽ എത്ര പ്രോഫിറ്റാണ് വരണേ നോക്കിയാൽ. ഡ്യൂറിംഗ് ദ ഇയറിൽ ബാലൻസ് 2,60,60,000 ടോട്ടൽ ഇവിടെ വേണ്ടേ. ഇവിടെയും 2,60,60,000 വേണ്ടേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് നോക്കിയാൽ ഡ്യൂറിംഗ് ദി ഇയറിലെ 1,60,60,000. മനസ്സിലായോ? ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണ് ഡ്യൂറിംഗ് ദി ഇയറിലെ പ്രോഫിറ്റിൽ 1,60,60,000 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഡ്യൂറിംഗ് ദി ഇയർ പ്രോഫിറ്റിൽ നമുക്കറിയാം എന്നാണ് ഈ കമ്പനി എക്വയർ ചെയ്തിരിക്കുക. കമ്പനിയുടെ ഹോൾഡിംഗ് ഷെയർസ് എക്വയർ ചെയ്തേക്കണേന്ന് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഡേറ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ജൂലൈ 1-ാം തീയതിയാണ് 2018 ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുണ്ടാവാം അവസാനിക്കുന്നത് മാർച്ച് 31-ാം തീയതിയാണ് അല്ലേ. ബാലൻസ് ഷീറ്റ് കാണുന്നത് എത്രയാണ് മാർച്ച് 31-ാം തീയതി 31/3/2019 ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ജൂലൈ തൊട്ടിട്ട് മാർച്ച് 31-ാം തീയതി വരെയാണ് പോസ്റ്റ് പീരീഡ് എന്ന് പറയുക. ഈ പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് പീരീഡ് അഥവാ റവന്യൂ പ്രോഫിറ്റ് പീരീഡ്. അപ്പോൾ ഈ കൊല്ലം മൊത്തം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 1,60,60,000 ആണ്. അതായത് മൊത്തം കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4
2018 തൊട്ടിട്ട് 31/3/2019 വരെയുള്ള പ്രോഫിറ്റാണ് 1,60,60,000. മനസ്സിലായോ? ആ പ്രോഫിറ്റില് ഇത്രയും മാസത്തെ ഇതിൽ നോക്കിയേ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസത്തെ പ്രോഫിറ്റ് ആണ് പോസ്റ്റ് പീരീഡ് പ്രോഫിറ്റ് ആവുന്നത്. 9 മാസം എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ജൂലൈ തൊട്ടിട്ട് മാർച്ച് വരെയുള്ള മാസം, അത്രയാണ് 9 മാസം അല്ലെ. 9 മാസത്തെ പ്രോഫിറ്റ് ആണ് പോസ്റ്റ് പീരീഡിലെ പ്രോഫിറ്റ്. അപ്പൊ എത്രയാണ് നോക്കിയേ? പോസ്റ്റ് പീരീഡിലെ പ്രോഫിറ്റ് അഥവാ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കുക? പോസ്റ്റ് പീരീഡിൽ പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് എത്രയാ? 1,60,60,000 എന്താണ്? 9/12. മനസ്സിലായോ? 9/12 എന്ന് പറയുന്നത് കാരണം എന്താണ് മനസ്സിലായോ? ജൂലൈ തൊട്ടിട്ട് മാർച്ച് 31 വരെ. അപ്പോൾ 9 മാസം 9/12 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക നോക്കിയേ? 1,20,20,000 ആണ്. മനസ്സിലാവണം കേട്ടോ, സംശയം ഉണ്ടാവരുത്. വളരെ വൃത്തിയായിട്ട് പഠിക്കണം. 1,20,20,000 ആണ് റവന്യൂ പ്രോഫിറ്റ് വരിക. അപ്പൊ റവന്യൂ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടിയോ? 1,20,20,000. അപ്പോൾ ഇനി നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പ് ഉള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ ഓപ്പണിംഗ് ബാലൻസിലുള്ള പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ എന്തൊക്കെ വരും എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിഫോർ എന്താണ്? പ്രോഫിറ്റ് ബിഫോർ എത്രയാണ്? ഫസ്റ്റ് ജൂലൈക്ക് മുമ്പുള്ള പ്രോഫിറ്റ് ഒക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിയേ, ഇതിലെ ബാക്കിയുള്ള ഭാഗം അല്ലെ, 1,60,60,000 ബാക്കിയുള്ള ഭാഗം, അതായത് 10, 11, 12 3 മാസമല്ലേ വരണത്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തെ 3/12 എത്രയാ വരിക നോക്കിയാൽ? 1,60,60,000 3/12 എന്ന് പറഞ്ഞാൽ 1,60,60,000 3/12 അഥവാ എത്ര വരും? 40,000. ഓക്കെ, അപ്പൊ 40,000 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ പ്രോഫിറ്റിന്റെ ബാക്കി ക്യാപിറ്റൽ പ്രോഫിറ്റ് വരും. പ്ലസ് ഇനി അത് മാത്രം മതിയോ? പോരാ. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് അപ്പൊ ഇത് എന്താണ്? 1/4 തൊട്ടിട്ട് 1/4/2018 തൊട്ടിട്ട് എത്ര വരെയുള്ളതാ? ജൂലൈ വരെ, അതായത് 1/7/2018 വരെയുള്ള പ്രോഫിറ്റിന്റെ പോർഷനാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടി വേണം? നമ്മുടെ ഓപ്പണിംഗ് ഇതില് ബാക്കി കാശ് വേണം. ഓപ്പണിംഗിൽ 1,00,000 കിടക്കുന്നത്. ആ 1,60,60,000 ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രോഫിറ്റ് അവിടെ ഇല്ലേ? അപ്പോൾ അടുത്തത് എത്രയാ? 1,00,000 നിന്ന് ഓപ്പണിംഗ് ബാലൻസിൽ 1,00,000 നിന്ന് 60,000 ഡിവിഡൻഡ് കുറച്ച് ബാക്കി 40,000. രണ്ടാമത്തെ സെക്ഷൻ എത്രയാണെന്ന് മനസ്സിലായോ? ഓപ്പണിംഗ് പ്രോഫിറ്റിലെ ഓപ്പണിംഗ് ബാലൻസില് എത്രയാ? 1,00,000 ഉണ്ടായിരുന്നു. ആ 1,00,000 60,000 ഡിവിഡൻഡ് കൊടുത്തു, ബാക്കി 40,000. പിന്നെ നമുക്ക് എന്തും കൂടി ഉണ്ട്? ജനറൽ റിസർവില് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ കൊല്ലം ഈ പീരീഡില് യാതൊന്നും മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ പെടുന്നതാണ്. അത് എത്രയാ നോക്കിയേ? 30,000. ജനറൽ റിസർവില് എത്ര കിടക്കുന്നുണ്ട്? 30,000. അത് എന്തുകൊണ്ട് എടുത്തു എന്ന് മനസ്സിലായില്ലേ? അത് ഇക്കൊല്ലത്തെ അല്ല. ഇക്കൊല്ലത്തില് യാതൊരുവിധ മാറ്റവും ജനറൽ റിസർവിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണിംഗിലെ ജനറൽ റിസർവ് ആണ്. ഓപ്പണിംഗിലെ ജനറൽ റിസർവ് എത്രയാ? 30,000. അതും ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വരുന്നതാണ്. അപ്പൊ എത്ര വരേണ്ടത് നോക്കി നോക്കിയേ? 40, 40, 80, 30, 1,10,000. അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ 1,10,000 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. 1,10,000 ഇതാണ് ഇവിടുത്തെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ കണക്ക് പെട്ടെന്ന് ശരിയാവും. 1,10,000 ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടി. റവന്യൂ പ്രോഫിറ്റ് 1,20,000 കിട്ടി. ഇനി അതിനെ വിധിച്ചു കൊടുക്കേ വേണ്ടു. ഏത് റേഷ്യോയില്? 75%, 25%. നമുക്കൊന്ന് വിധിച്ചു കൊടുത്താലോ? അപ്പൊ നോക്കിയേ, ഷെയർ എത്രയാ നോക്കിയേ? എ ലിമിറ്റഡ് ഷെയർ. എ ലിമിറ്റഡിന്റെ ഷെയർ എത്രയാ വരിക? 1,10,000. ആദ്യത്തെ നോക്കിയേ, 1,10,000 എത്രയാ? 75%. ബി ലിമിറ്റഡിന്, ബി അല്ല NCI, ഓക്കെ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ 1,10,000 25%. ആദ്യത്തേല് അപ്പൊ എത്രയാ വരാൻ നോക്കിയേ? 1,10,000 75% എന്ന് പറഞ്ഞാൽ 82,500. ഓക്കെ, ഇനി രണ്ടാമത്തെ എത്ര വരിക? അപ്പോൾ 82,500 കഴിച്ച് ബാക്കിയുള്ളത് 27,500. ഓക്കെ, 27,500. ക്ലിയർ ആയോ? അപ്പൊ ഇവർ രണ്ടുപേരുടെയും കഴിഞ്ഞു. ഇനി ഇതിൽ നോക്കി നോക്കിയേ, ഇതിൽ എത്രയാ വരിക? 1,20,000 എത്രയാ? 75%. ഓക്കെ,
ഇതിൽ 1,20,000-ന്റെ 25% റവന്യൂ പ്രോഫിറ്റിൽ കേട്ടോ. അപ്പോൾ എത്രയൊക്കെയാണ് വരണം നോക്കാം. എന്താണ് 1,20,000-ന്റെ എന്താണ് 75% എന്ന് പറഞ്ഞാൽ 90,000. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടോ 90,000. ഓക്കെ, 90 കഴിച്ച് ബാക്കി 30,000 എന്തിൽ വരും? എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ വരും. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ എ ലിമിറ്റഡിൻ്റെ ഷെയറും നമ്മൾ ഇതിൽ രണ്ടിലും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? അപ്പോൾ എന്താണെന്ന് ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേഷൻ. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ, കാൽക്കുലേഷൻ of goodwill അഥവാ capital reserve. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ ഗുഡ് വിൽ ആവാം, അല്ലെങ്കിൽ എന്താവാം, ക്യാപിറ്റൽ റിസർവ് ആവാം. അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമ്മൾ പർച്ചേസ് ചെയ്ത പർച്ചേസ് പ്രൈസ് ഇത്രയാണ് പർച്ചേസ് ചെയ്തത്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തത് നോക്കാം. നമ്മുടെ കമ്പനി നോക്കി ക്വസ്റ്റ്യനിൽ 75% ഷെയർ ബിയുടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 6 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh rupees ആണ് നമ്മൾ എഴുതി. ഇനി അടുത്തത് അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് നോക്കാം. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് നോക്കിയേ. 3 ലക്ഷമാണ് ടോട്ടൽ ഉള്ളൂ. അതിൽ 75% ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 2,25,000-ത്തിനാണ് വസ്തുവാണ് 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ബാക്കി നോക്കിയൊക്കെ. 2,25,000 എന്ന് പറഞ്ഞാൽ 3,75,000. ശരിയല്ലേ? 3,75,000. ഓക്കെ, 3,75,000 ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നോക്കിയ കൂടുതൽ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇനി അതെന്ന് ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ എൻ്റെ ഷെയർ, ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത് നോക്കാം. നമുക്ക് കിട്ടിയത് എ കമ്പനിക്ക് കിട്ടിയ ക്യാപിറ്റൽ പ്രോഫിറ്റ് അത് എത്രയാണ് നോക്കിയാൽ അത് ലെസ് ചെയ്യുക. കാരണം അതിൻ്റെയും കൂടിയും കാശായിട്ടാണല്ലോ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ് നോക്കിയേ. നമ്മുടെ എന്താണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഷെയർ എത്രയാ? 82,500. അപ്പോൾ ആ 82,500 നമ്മൾ ലെസ് ചെയ്യണം. അത് മാത്രം ലെസ് ചെയ്താൽ പോരാ, നമുക്ക് ഒരു വസ്തുവും കൂടി ലെസ് ചെയ്യാനുണ്ടായിരുന്ന ഡിവിഡൻഡ് എമൗണ്ട്, നമ്മുടെ ഷെയർ ഓഫ് ഡിവിഡൻഡ്. ടോട്ടൽ ഡിവിഡൻഡ് എത്രയാ? 60,000 രൂപ ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് ബി ലിമിറ്റഡ്. ഇങ്ങനെ 60,000 കിട്ടിയെന്ന് അറിയാലോ. 3 ലക്ഷമാണ് നമുക്ക് ടോട്ടൽ എന്താണ് ഷെയർ ക്യാപിറ്റലിന്റെ ഫേസ് വാല്യൂ. അതിൻ്റെ മുകളിൽ 20% ഡിവിഡൻഡ്. അപ്പോൾ എത്ര രൂപ? 60,000 രൂപ ഡിവിഡൻഡ് ഉണ്ട്. ആ 60,000-ത്തിലെ എൻ്റെ ഷെയർ. അപ്പോൾ ലെസ് ഡിവിഡൻഡ്. എത്രയാണ് ഡിവിഡൻഡ്? 60,000-ത്തിലെ എൻ്റെ ഷെയർ. ഇതറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ കാൽക്കുലേറ്റ് ചെയ്തതാണ് കേട്ടോ. 60,000-ന്റെ 75% എന്ന് പറഞ്ഞാൽ എത്രയാ? 45,000. അതും കൂടി ലെസ് ചെയ്തിടണം. ആ 45,000 കൂടി ലെസ് ചെയ്തിട്ട് ബാക്കി എത്ര വരുന്നുണ്ടെന്ന് നോക്കി. 2,47,500 അല്ലെ? 2,47,500. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗുഡ് വിൽ എന്ന് പറയാം. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? 2,40,000. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഗുഡ് വിൽ. നെഗറ്റീവ് ആയിരുന്നുവെങ്കിലോ അത് ക്യാപിറ്റൽ റിസർവ് ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. നമ്മൾ ഗുഡ് വിൽ നേടി 2,47,500. അപ്പോൾ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അത് എത്രയാണ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേടി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതല്ലാതെ എ ലിമിറ്റഡിൻ്റെതല്ലാതെ ബാക്കി കുറച്ച് ആൾക്കാരും കൂടി നമ്മുടെ കമ്പനിയിലുണ്ട് അല്ലേ? അവരെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഷെയറിൻ്റെ പോർഷൻ എത്രയാണ് നോക്കിയാൽ. ബി ലിമിറ്റഡിലെ അവരുടെ ഷെയർ ക്യാപിറ്റലിൽ അവർക്ക് എത്ര പോർഷൻ ഉണ്ട് നോക്കാം. ഷെയർ ക്യാപിറ്റലിൽ അവരുടെ 25% അല്ലേ? ടോട്ടൽ 3 ലക്ഷമാണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കി പറഞ്ഞു. അതിൽ 25% അവരുടെ കയ്യിലായിരിക്കണം, അഥവാ 75,000. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ അവരുടെ ഷെയർ.
ഓക്കെ, നമ്മുടെ ഷെയർ നമ്മുടെ കയ്യിൽ നമ്മൾ കൺസിഡർ ചെയ്തു. അവരുടെ ഷെയർ അവരെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവരുടെ ഷെയർ എത്രയാണെന്ന് നോക്കി നോക്കിയേ. അവരുടെ ഷെയർ അതിൽ 27,500 അത് ആഡ് ചെയ്യാം. 27,500 ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ റവന്യൂ പ്രോഫിറ്റിലെ ഷെയറും കൂടി ആഡ് ചെയ്യാം. റവന്യൂ പ്രോഫിറ്റിൽ അവരുടെ ഷെയർ, റവന്യൂ പ്രോഫിറ്റിൽ എത്രയുണ്ടെന്ന് നോക്കിയാൽ അവരുടെ ഷെയർ 30,000 ആണ് അവരുടെ ഷെയർ കിടക്കുന്നത്. അതും ആഡ് ചെയ്യാം. അപ്പോൾ 75,000 പ്ലസ് 30,000 1,05,000 1,32,500 കണ്ടോ? അത്രയാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന കാശാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര കിട്ടി? 1,32,500 ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ അത്രയും ചെയ്തുവല്ലോ. അപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാം എന്താണ് കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡിവിഡൻറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നില്ല കേട്ടോ. എന്താണ് ഡിവിഡൻറ്റ്, നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡ്. അപ്പോൾ രണ്ട് പ്രോബ്ലത്തിൻ്റെയും വ്യത്യാസം അതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ആയിരുന്നു, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേറെയാണ്. ഇവിടെ ഡിവിഡൻറ്റ് പെയ്ഡ് വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ആ കണ്ടീഷൻസിൽ വ്യത്യാസം വരുമ്പോൾ അതിൽ ഡിവിഡൻറ്റിൻ്റെ ആണ് എന്ന് വെച്ചിട്ട് എല്ലാത്തിലും ഒരുപോലെ അല്ല ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് വൃത്തിയായിട്ട് പഠിക്കണം, കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ട് കുറച്ചും കൂടിയും അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതുണ്ട്. അത് നമുക്ക് അവിടെ എന്താണ് അത് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ചെയ്ത് തുടങ്ങിയാലോ? നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം കേട്ടോ. ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. അതിൻ്റെ എന്താണ് വിത്ത് എ ലിമിറ്റഡ് വിത്ത് ബി ലിമിറ്റഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഡേറ്റും കൂടി നമ്മൾ കൊടുത്തോളൂ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടി ആദ്യം ഇക്വിറ്റി, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് ഫസ്റ്റ് വൺ എന്താണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആക്കി എഴുതിക്കോളൂട്ടെ, ഞാനൊന്ന് ഷോർട്ടാക്കിയെന്ന് മാത്രം നമുക്ക് ഈ ബോർഡിൽ കൊള്ളാൻ വേണ്ടി. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിലെ ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അതിൽ ഒന്നാമത്തെ ഓക്കെ, അതിൽ എ പോയിന്റ് ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാലോ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്. അതിന് നോട്ട് നമ്പർ ഒന്നും വേണ്ട, നേരിടുത്തിട്ട് എഴുതിയാൽ മതി. 9 ലക്ഷം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ, നോട്ട് നമ്പറിലൂടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 9 ലക്ഷം കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഇത് വേറെ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോട്ട് നമ്പർ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി റിസർവ് ആൻഡ് സർപ്ലസ്, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. റിസർവ് ആൻഡ് സർപ്ലസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. റിസർവ് ആൻഡ് സർപ്ലസ് ഇവിടെ നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു കേട്ടോ. എന്താണ് റിസർവ് ആൻഡ് സർപ്ലസ്. നിങ്ങൾ എത്ര നോട്ട് എഴുതുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ നമ്പർ ഇട്ടാൽ മതി. അപ്പോൾ നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാണെന്ന് നോക്കിയാൽ, റിസർവ് ആൻഡ് സർപ്ലസിൽ നമ്മുടെ കമ്പനിയിൽ ജനറൽ റിസർവ് നിങ്ങൾ ഓർഡർ ആയിട്ട് ആയിരുന്നത്. ജനറൽ റിസർവ് എത്ര കിടക്കുന്നുണ്ട് നോക്കിയാൽ, നമ്മുടെ കമ്പനിയിലെ ജനറൽ റിസർവ് ആയിട്ട് എത്ര കിടക്കുന്നുണ്ട്? 5 ലക്ഷം കിടക്കുന്നുണ്ട്. അത് ഞാൻ 5 ലക്ഷം എഴുതി. ഓക്കെ, ഇനി പി ആൻഡ് എൽ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം എമൗണ്ട് എഴുതാൻ വേണ്ടി. പി ആൻഡ് എൽ എത്ര കിടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ? ഇപ്പോൾ നോക്കിയേ, നമ്മുടെ കയ്യിൽ 60,000 കിടക്കുന്നുണ്ട്. നമ്മുടെ ബാലൻസ് 60,000 അല്ല 6 ലക്ഷം. ഓക്കെ, 6 ലക്ഷം കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ എന്താണ് എ ലിമിറ്റഡിൻ്റെ റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയർ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതിൽ എത്രയാ റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാ? 90,000 കിടക്കുന്നുണ്ട്. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ കൂടെ ആഡ് പ്ലസ് റവന്യൂ പ്രോഫിറ്റ് 90,000. ഓക്കെ, റവന്യൂ പ്രോഫിറ്റ് എന്നാൽ നമുക്ക് നമ്മുടെ ഷെയർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കി നോക്കിയേ, അതിൽ 90,000 കിടക്കണത്. അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 6 ലക്ഷത്തി എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? 6,90,000 ഉണ്ട്. ഓക്കെ, 6,90,000 മനസ്സിലായില്ലേ? ഇനി അതിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്താണ്, അതിലൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടില്ല, ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാം. അത് എന്താണ്? ഒന്ന് നമ്മുടെ
ഡിവിഡൻറ്റിൻ്റെ പോർഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിവിഡൻറ്റിൻ്റെ എന്താണ് എമൗണ്ട് നമ്മൾ ലെസ് ചെയ്ത് കളയണം. 2 അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഈ കണക്കിൽ അടുത്ത സെഗ്മെന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമുക്ക് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണ് എത്രയാണെന്ന് അതും ലെസ് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതൊന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലായോ? ഒന്ന് എന്താണ് നമ്മുടെ ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് എത്രയാച്ചെങ്കിൽ അത് P&L ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ലെസ് ഡിവിഡൻഡ് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് എഴുതണം. ഡിവിഡൻഡ് റിസീവ്ഡ് എത്രയാ? ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആ 45,000 നമ്മൾ ലെസ് ചെയ്യണു. ഡിവിഡൻഡ് റിസീവ്ഡ് 45,000. ഓക്കെ, 45,000 നമ്മൾ നേരെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താണ് നമ്മൾ ലെസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടി ലെസ് ചെയ്യാണ്ട് ലെസ് റിയലൈസ്ഡ് പ്രോഫിറ്റ് അത് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ് നോക്കുക. സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോവാ കേട്ടോ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇത് മാറ്റാം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സ്റ്റോക്കിലാണ് കിടക്കുന്നത്. സ്റ്റോക്ക് എത്രയാണ് കിടക്കണമെന്ന് നോക്കിയേ. 20,000 50,000 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20,000 സ്റ്റോക്ക് അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ആ 20,000 സ്റ്റോക്കിന് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബി ലിമിറ്റഡ് ഹാഡ് സോൾഡ് ദിസ് ഐറ്റം അറ്റ് എ മാർജിൻ ഓഫ് 25% ഓൺ കോസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. അവരുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതിൽ ബാക്കി 20,000 ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക സെല്ലിംഗ് പ്രൈസിലല്ലേ. ആ സെല്ലിംഗ് പ്രൈസ് 20,000 ആണ്. അതിൽ എങ്ങനെയാ പ്രോഫിറ്റ് കണ്ടുപിടിച്ചേക്കണേ? 20% ഓൺ എന്താണ് കോസ്റ്റ് ആണ് അല്ലെ. 20% അല്ലേ പറഞ്ഞേക്കണേ നോക്കിയേ. അല്ല സോറി 25% ഓൺ കോസ്റ്റ് ആണ്. അപ്പോൾ 25% ഓൺ കോസ്റ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി 25% ഓൺ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. അതിൽ കോസ്റ്റിന്റെ മുകളിലാണ് 25% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് 100ഉം എന്താണ് പ്രോഫിറ്റ് 25 ആണ്. അപ്പോൾ 100 പ്ലസ് 25 അഥവാ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അപ്പോൾ 125%. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചൂടെ എത്രയാണ്? പ്രോഫിറ്റ് ഈക്വൽ ടു 20,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 എത്രയാണ് കണ്ടുപിടിച്ച് നോക്കുക. 20,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 എത്രയാണ് പ്രോഫിറ്റ് വന്നേക്കണം നോക്കിയേ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 4,000 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇന്നാണ് എത്രയാണ് വന്നേക്കണത്? 4,000. ഓക്കെ, ഈ 4,000 നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഇവിടെ നിന്ന് ലെസ് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലും ലെസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 സ്ഥലത്താണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. ഒന്ന് P&L റിസർവ് ആൻഡ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മളത് P&L നിന്ന് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിൽ അത് എമൗണ്ട് കുറച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ എത്ര നോക്കിയാൽ 6,90,000 നിന്ന് 45,000 കുറച്ചു. അപ്പോൾ 6,45,000 അതിൽ നിന്ന് ആദ്യം ഒരു 4,000 കുറച്ചു. 6,41,000. അപ്പോൾ 6,41,000 ആണ് നമ്മുടെ വരുന്നത്. അതങ്ങനെ തന്നെ ഇതിൻ്റെ നേരെ ജനറൽ റിസർവിൽ നമ്മൾ എഴുതിയെടുത്തു 6,41,000. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ്. മനസ്സിലായോ? ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് അപ്പോൾ എത്രയാണ് വരണേ നോക്കിയേ. 5ഉം 6ഉം 11,41,000. അപ്പോൾ ജനറൽ റിസർവിലേക്ക് പോയ കാശ് എത്രയാണെന്ന് മനസ്സിലായോ? റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് പോയ കാശ് എത്രയാണെന്ന് മനസ്സിലായോ? 11,41,000. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 1 11,41,000. അത് നമ്മൾ എഴുതി റിസർവ് എന്നാണ് രണ്ടാമത്തെ കേട്ടോ. റിസർവ് ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. റിസർവ് ആൻഡ് സർപ്ലസ് കണ്ടോ. നോട്ട് നമ്പർ 1 11,41,000 നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ നോക്കി നോക്കിയേ. പിന്നെ നമ്മൾ മറക്കാതെ എഴുതേണ്ടത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അത് എത്രയാ? നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട് നമ്പർ 2 അതിനെ നിങ്ങൾ കൊടുത്തോളൂ. എത്രയാ? 1,32,500.
ഓക്കെ, എന്നാണ് എത്രയാണ് 1,32,500 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ്ങിൻ്റെ നേരെ നോട്ട് നമ്പർ 2 എന്ന് അവിടെ കൊടുത്തു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നെക്സ്റ്റ് വൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ നോക്കിയേ, കറണ്ട് ലയബിലിറ്റീസ് അതിലേതാ നോക്കുക. കറണ്ട് ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മളത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വായിക്കാൻ അവിടെ ക്രെഡിറ്റേഴ്സ് അടുത്തത്. കാരണം ക്രെഡിറ്റേഴ്സിൽ പർച്ചേസിന്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ നോട്ട് നമ്പർ 3 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റേഴ്സ് എത്രയാണ് നോക്കുക. ക്വസ്റ്റ്യനിൽ 1,00,000 പ്ലസ് 70,000 1,70,000 1,00,000 പ്ലസ് 1,70,000 മൈനസ് നമ്മുടെ എത്രയാ വരിക 50,000. ഗുഡ്സ് പർച്ചേസ് ചെയ്യണത് 50,000 രൂപയുടെ ഗുഡ്സ് അല്ലേ പർച്ചേസ് ചെയ്തേക്കണത്, ബിയുടെ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്രെഡിറ്റേഴ്സിൽ അത് പെടും. 90 ദിവസത്തെ ക്രെഡിറ്റ് ടേമിലാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൽ അത് നമ്മൾ ലെസ് ചെയ്ത് കളയണം. അപ്പോൾ എത്രയാ 1,50,000. അപ്പോൾ എന്താണ് 2,70,000 നിന്ന് 50,000 കുറച്ച് 2,20,000. അപ്പോൾ ക്രെഡിറ്റേഴ്സിലേക്ക് വരുന്ന കാശ് എത്രയാണെന്ന് മനസ്സിലായോ, 2,20,000. ക്ലിയർ, 2,20,000. അപ്പോൾ ഇവിടെ എഴുതി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 3 2,20,000. ഓക്കെ, ഇനി വേറെ വല്ലതും ഉണ്ടോ നോക്കിയാൽ ലയബിലിറ്റി സൈഡിലും ഇല്ല അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. വേറെ ഒന്നുമില്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതേ ഓർഡറിൽ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെയ്ത് എത്രയാ 9 19 20,41 21,00,000 എത്രയാ 22 23,00,000 എത്രയാ വരണം നോക്കിയേ. എന്നാണ് ടോട്ടൽ 23,93,500 വരും. ക്ലിയർ ആയോ? 23 എന്താണ് 93,500. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതല്ലേ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അസറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കണ്ടേ. അസറ്റ് വേഗം നമുക്കൊന്ന് ചെയ്താലോ. അസറ്റിൽ ആദ്യം ഹെഡിങ് കൊടുത്തു അസറ്റ്, രണ്ടാമത്തെ മെയിൻ ഹെഡിങ് അസറ്റ്. അസറ്റിൽ തന്നെ നമുക്ക് നോൺ കറണ്ട് അസറ്റ്, അതിലൊന്നാമത്തെ നോൺ കറണ്ട് അസറ്റ്. അതിൽ ഫിക്സഡ് അസറ്റ് ആദ്യം നോക്കാം, അഥവാ ടാഞ്ചിബിൾ അസറ്റ് കേട്ടോ. ഫിക്സഡ് അഥവാ ടാഞ്ചിബിൾ. ഫിക്സഡ് അസറ്റിൽ തന്നെ ഇങ്ങനെ കൊടുക്കാം ടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റ് നോട്ട് നമ്പർ 4 കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേതൊക്കെ നോക്കിയാൽ ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റിൽ ഏതൊക്കെയാണ് വരണം നോക്കിയേ. നമ്മുടെ ഫിക്സഡ് അസറ്റ് 9,00,000 കണ്ടോ. ടാഞ്ചിബിൾ അസറ്റിൽ 9,00,000 പ്ലസ് അവരുടെ കയ്യിലുള്ളത് 4,00,000. 9 4 എന്താണ് നമ്മുടെ 13,00,000. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് എത്രയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ. വേറെ ഒന്നും കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് അത് കൂട്ടി ചെയ്ത് വയ്ക്കുക 13,00,000. ഓക്കെ, ഇനി ടാഞ്ചിബിൾ കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. എത്രയാ നോക്കിയേ. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മുടെ ഗുഡ് വിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാ നോട്ട് നമ്പർ 5 എന്ന് വേണമെങ്കിൽ കൊടുത്തോളൂ കേട്ടോ. 2,47,500. അതവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് എഴുതിയാൽ മതി. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല് 2,47,500. ഇനി നമുക്ക് കറണ്ട് അസറ്റ് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എത്രയാ കറണ്ട് അസറ്റിന് ഫസ്റ്റ് വൺ പറയണം നോക്കിയാൽ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യാം കേട്ടോ. ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിന്റെ നമുക്ക് ചെയ്യാം നോട്ട് നമ്പർ 6. ഓക്കെ, ഡെപ്റ്റേഴ്സിൽ എത്രയൊക്കെ ഉണ്ട്. ഈ ഡെപ്റ്റേഴ്സ് നമുക്കത് കുറയ്ക്കണം. ഈ 50,000 കുറയ്ക്കണം. ക്രെഡിറ്റേഴ്സിൽ കുറച്ച പോലെ ഡെപ്റ്റേഴ്സിലും കുറയ്ക്കണം. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ എത്രയാ നോക്കിയേ. 1,60,000 പ്ലസ് എത്രയാ 90,000 മൈനസ് 50,000.
ഓക്കെ. അവിടെ ഡെപ്റ്റേഴ്സിലും ഉണ്ട് ക്രെഡിറ്റേഴ്സിലും ഇതേ 50,000 ഇന്റർ കമ്പനി ഓയിങ് 50,000 കുറയ്ക്കണം കേട്ടോ. ഈ 50,000 എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇന്റർ കമ്പനി ഓയിങ് ആണ്. ഒന്നാണ് ഒരു എ കമ്പനി ബി കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 50,000. അപ്പോൾ പർച്ചേസ് ഒരാളുടെ ക്രെഡിറ്റിലും വരും, മറ്റാളുടെ ഡെബിറ്റിലും വരും. അപ്പോൾ ക്രെഡിറ്റിലുള്ളതും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, ഡെബിറ്റിലുള്ള നല്ലും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എത്ര വന്നോ നോക്കി നോക്കിയേ. അപ്പോൾ 1,60,000 എന്താണ് 90,000 വരുമ്പോൾ 2,50,000. അതിൽ 50,000 കുറച്ചു, 50,000 കുറച്ചപ്പോൾ 2 ലക്ഷം. ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണ് വരണേ? 2 ലക്ഷം. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2 ലക്ഷം വന്നു. അപ്പോൾ ഇവിടെ എഴുതിക്കോളൂ കേട്ടോ, 2 ലക്ഷം. ഓക്കെ. അപ്പോൾ നമ്മുടെ നോട്ട് നമ്പർ 6 ഡെപ്റ്റേഴ്സ് 2 ലക്ഷം. ക്ലിയർ ആയോ? ഇനി ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്തത് ഇൻവെന്ററി. ഇൻവെന്ററിയിൽ നമുക്ക് എന്തുകൊണ്ടല്ലോ, എന്താ നമ്മുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻവെന്ററീസ് അല്ലേ. ഇൻവെന്ററി 2 ലക്ഷത്തി. അപ്പോൾ എത്രയാണ് വരണേ? നോട്ട് നമ്പർ 7. നമുക്ക് നോക്കാം ഇൻവെന്ററീസിൽ എന്തൊക്കെയാണ് കിടക്കണേന്ന്. ഇൻവെന്ററീസിൽ 2,10,000 പ്ലസ് എത്രയാ? 1,20,000 മൈനസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 4,000. 4,000 കണ്ടുപിടിച്ച് നമുക്കറിയാലോ അത് കേട്ടോ. അപ്പോൾ അത് ഇൻവെന്ററി എന്നാണ് അടുത്ത സ്റ്റെപ്പിൽ കുറയ്ക്കാനുള്ളത്. അപ്പോൾ 2,10,000 പ്ലസ് 1,20,000 എന്ന് പറഞ്ഞാൽ 3,30,000 4,000 കുറച്ചു. അപ്പോൾ 3,30,000 4,000 കുറച്ചാൽ 3,26,000. അപ്പോൾ നമ്മുടെ നോട്ട് നമ്പർ 7 3,26,000. ഓക്കെ. 3,26,000 നമ്മൾ എഴുതിയിട്ടോ. ഇനി അതിൽ ക്യാഷ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ക്യാഷ് ആൻഡ് ബാങ്ക് എത്രയോ ക്യാഷ് ആൻഡ് ബാങ്ക് വരണേ? 2,30,000 90,000. ഞാനിവിടെ തന്നെ കൂട്ടണോ? 2 ലക്ഷത്തി. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് നമ്പറിൽ കൂട്ടിയിട്ട് വെച്ചോളൂ കേട്ടോ. 90,000. അപ്പോൾ എത്രയാ? 3,20,000 അല്ലേ. ക്യാഷ് ആൻഡ് ബാങ്ക് 3,20,000 അല്ലേ. ഇനി എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3,20,000. ഇനി നമ്മളൊന്നും എഴുതാൻ വിട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എത്രയാ വരണേന്ന്? എന്താണ്? 23,93,500 വരും. 23,93,500. താലിയാവില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ളത്. നല്ലൊരു കണക്കാട്ടോ. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. താങ്ക് യു.